ഇപ്പോൾ ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് ചാമ്പ്യൻസ് ലീഗിൽ റയലും മാഞ്ചസ്റ്റർ സിറ്റി എന്നാ പറയാം. അതായത് ഏത് വർഷം ടൂർണമെന്റ് വന്നു കഴിഞ്ഞാലും ഇവർ തമ്മിൽ ഒരു ഫേസ് ഓഫ് എങ്ങനെയാലും വരും. ഇതെങ്ങനെ ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആണ്, മെഷീൻ വൈസ് ആണ്, അല്ലെങ്കിൽ ഹാൻഡ് പിക്ഡ് ആണെന്നൊക്കെ പറഞ്ഞാലും എങ്ങനെ ലോട്ട് എടുത്തു കഴിഞ്ഞാലും സിറ്റിയും റയലും തമ്മിൽ കളിക്കുന്നു എന്നുള്ളത് ഒരു ഫിക്സ്ചറാണ്. അതിപ്പോൾ റയൽ സ്വാഭാവികമായിട്ടും ഈ വർഷവും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്, സിറ്റിയോട് കളിക്കാൻ വരുന്നു. പക്ഷേ ഇതിൽ ഒരുപാട് കോൺട്രവേഴ്സി ഇൻ ദ സെൻസ് ഒരുപാട് ടെൻഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതായത് റയൽ മാഡ്രിഡിന് ഒരു ഇഞ്ചുറി ക്രൈസിസ് ഒരു സൈഡിലുണ്ട്. റയലിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് നിരയിലെ ഒരുപാട് പ്ലേയേഴ്സ്, ഇപ്പോൾ എംബാപ്പെ ആയാലും റോഡ്രിഗോ ആയാലും ജൂഡ് ബെല്ലിംഗ്ഹാം ആയാലും എഡർ മിലിറ്റോ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോൾ പരിക്കുകളിലാണ് കണ്ടിന്യൂസ്. ഏറ്റവും ലാസ്റ്റത്തെ ആഡോണാണ് എംബാപ്പയും റോഡ്രിഗോ ഒക്കെ. അപ്പോൾ ഈ ഒരു പരിക്കേറ്റ റയൽ മാഡ്രിഡും ഒരു ഫുള്ളി ഫിറ്റ് മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്, അതും ബെർണബ്യൂവിൽ. എന്താണ് ആര്യ തോന്നുന്നത് ഈ ഒരു മത്സരത്തിൽ ആർക്കായിരിക്കും ശരിക്കും സാധ്യത? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് ആൾക്കാർ പറയുന്നത് ഒരു ബോറിംഗ് മാച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഹൈപ്പ് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് തിങ്സ് ഇവർ രണ്ടുപേരും രണ്ട് ടൈപ്പ് ടീംസാണ്. അതായത് രണ്ടും ടോപ്പ് ക്ലാസ് ടീംസാണ്. അത് കാരണം എന്തായാലും ദ മാച്ച് വിൽ ബി ഗുഡ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ഇത് അടിക്കടി വരുന്നതും. ആൻഡ് ഈ പറഞ്ഞ പോലെ റയലൊരു ഇഞ്ചുറി ക്രൈസിസ് കൂടെ പോവുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ചലഞ്ചാണ്. അർബലയുടെ മുമ്പിലൊരു വലിയൊരു ചലഞ്ചാണ് ഈ ഒരു മാച്ച് വരുന്നത്. അതായത് ഫസ്റ്റ് മാച്ച് ബെർണബ്യൂവിലാണ് വരുന്നത്, സെക്കൻഡ് മാച്ച് എവേയിലാണ് വരുന്നത്. അപ്പോൾ ആകെ മെയിൻ മാൻ എന്ന് പറയാൻ പറ്റുന്നത് വിനീഷ്യസ് ആണ്. അപ്പോൾ ഒരു വിനീഷ്യസ് തോളിലേറ്റ് റയൽ മാഡ്രിഡ് ആക്കേണ്ടി വരും. യെസ്. അപ്പോൾ വിനീഷ്യസ് എങ്ങനെ ആ ഒരു പ്രഷർ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഒറ്റയ്ക്ക് എങ്ങനെ ആ റയലിനെ കൊണ്ടുപോകും, ആ ഒരു ടീമിനെ കൊണ്ടുപോകും എന്നുള്ളത് വലിയൊരു ചോദ്യമായിരിക്കും ഈ ഒരു മാച്ചിൽ. ഇപ്പോൾ അതിൽ വേറൊരു സാധനം അടിപൊളിയുള്ള ഇപ്പോൾ അർബലോവൻ്റെ കേസിൽ അർബലോവ ഇതുവരെ നേരിട്ട ഏറ്റവും വലിയ എതിരാളി, ഒരുപക്ഷെ ഏറ്റവും വലിയ കോച്ച് എന്ന് പറയുന്നത് ഹോസെ മൗറീനോ ആയിരിക്കും. ബെൻഫിക്കയാണ്. 3 മത്സരങ്ങൾ കളിച്ചു, അതിൽ ഒന്നിൽ നോക്കൗട്ട് ചെയ്ത് പുറത്താക്കി, മറ്റൊന്നിൽ തോറ്റു. പക്ഷേ ഇത് നേരിടാൻ പോകുന്നത് ശക്തനായ ഒരു ടീമിനെയും അതോടൊപ്പം ഒരു ശക്തനായ കോച്ചിനെയും കൂടെ. അതായത് പെപ് ഗാർഡിയോളൻ്റെ അണ്ടറിൽ ഒരു ഫുള്ളി ഫിറ്റായ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏതൊരു ക്ലബിനെയും അട്ടിമറിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അട്ടിമറിക്കല്ല, അവർക്ക് മേലെ ഒരു ആധിപത്യം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ഒരു സ്ക്വാഡിനോടാണ് നമ്മൾ റയൽ കളിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഹാളൻഡിനൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിൽ ഗാർഡിയോള റെസ്റ്റ് ചെയ്തു. അതായത് വി വാണ്ട് ഹിം. കാരണം ബെർണബ്യൂവിൽ റയലിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ അതെല്ലാവർക്കും ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ്. അവിടെ പ്രത്യേകിച്ച് ഗാർഡിയോളക്ക് അത് ഒരു ഈഗോ കൂടിയാണ്. അല്ലെങ്കിൽ അവിടെ പലപ്പോഴും തോറ്റു മടങ്ങേണ്ടി വന്ന, കിരീടത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചിട്ട് തിരിഞ്ഞടക്കേണ്ടി വന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു വിക്ടറി അവർക്ക് അത്രയും നിർബന്ധമായിരിക്കും അല്ലേ? അതെ. അത് ഈ പറഞ്ഞ പോലെ ഹാലൻഡിനെ ഇവർ റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞ മാച്ചിൽ. പക്ഷെ മർമൂഷ് ഡബിൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മർമൂഷിൻ്റെ കോൺഫിഡൻസ് തിരിച്ചു വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചെർക്കിയുടെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിരിക്കും ഈ ഒരു മാച്ചിൽ. കാരണം ചെർക്കി ആസ് എ പ്ലെയർ അൺപ്രിഡിക്റ്റബിൾ ആണ്. അദ്ദേഹം ബോത്ത് ഫുട്ടഡ് ആയതുകൊണ്ട് എങ്ങനെ പാസ് പോവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഹാളൻഡിലേക്ക് ആയിരിക്കും പാസ് നമുക്ക് ഉറപ്പാണ്. പക്ഷേ എങ്ങനെ ആ പാസ് ഹാളൻഡിലേക്ക് എത്തും, എവിടെ നിന്ന് വരും എന്നുള്ളത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ റയൽ ഡിഫൻസിന് വലിയൊരു വെല്ലുവിളിയാണ്. അതിപ്പം തന്നെ കഴിഞ്ഞ മാച്ചിന് ട്രെൻറ്റ് അലക്സാണ്ടറുടെ പെർഫോമൻസിൽ ചെറിയൊരു എന്താ പറയുക ടെൻഷൻ ആൾക്കാർക്ക് തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് പെർഫോമൻസിൽ പണ്ട് തൊട്ടേ ക്രിറ്റിസിസം കേട്ടുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുണ്ട്. സോ അതൊക്കെ പരിഹരിക്കേണ്ടി വരും റയലിന്. കാരണം സിറ്റി എന്ന് പറയുന്നത് ഫുൾ ഫോഴ്സ് അറ്റാക്കിങ് ടീമാണ്. അവർക്ക് ഇപ്പോൾ ബെർണബ്യൂ ആണെങ്കിലും ഏത് സ്റ്റേഡിയം ആണെന്ന് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആൻഫീൽഡിൽ വന്നിട്ട് അവർ ജയിച്ചു. സോ അവർക്ക് ഏത് സ്റ്റേഡിയം ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ദേ വിൽ ഫയർ എന്നുള്ളതാണ്. ഇപ്പോൾ അർണോൾഡിൻ്റെ കേസ് പറഞ്ഞല്ലോ, അർണോൾഡ് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രിറ്റിസിസം ആയിരുന്നു ഡിഫെൻസീവ് എബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ആളൊരു ഡിഫൻഡർ അല്ല, ബേസിക്കലി ഒരു ഫുള്ളി വിങ് അറ്റാക്കറാണ് ആൾ. ഒരു ഡിഫെൻസീവ് ശൈലി കളിക്കേണ്ട പ്ലെയർ അല്ല. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോലും പലപ്പോഴും സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ ആൾ പരീക്ഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ആൾക്ക് അറ്റാക്കിംഗ് സബ്ജക്റ്റ് നല്ലോണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഡിഫെൻസീവ്ലി ആ ഒരു എബിലിറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും റയലിൻ്റെ എല്ലാ പ്രതീക്ഷകളും ഒരുപക്ഷെ വിനീഷ്യസിലും മറുതലക്കൽ തിബോ കോർട്ടോയ്സ് ആരേണ്ടി വരും. കാരണം കോർട്ടോയ്സ് രക്ഷിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കോർട്ടോയ്സ് ഫോം ആയിട്ടില്ലെങ്കിൽ റയൽ ഒരുപാട് ഗോളുകൾ ഒരുപക്ഷെ ഈ മത്സരത്തിൽ കൺസീഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. കോർട്ടോസിൻ്റെ കാര്യം പറയുമ്പോഴാണ് അപ്പുറത്തെ തലക്കിലൊരു ഗോൾ കീപ്പർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫൻസ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഡിഫൻസിനെ കടന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയൊരു മനുഷ്യനാണ് ഡൊണറുമ എന്ന് പറയുന്നത്. അപ്പോൾ വിനീഷ്യസ് എങ്ങനെയെങ്കിലും എത്തിയാലും യു ഹാവ് ടു സ്കോർ പാസ് ഡൊണറുമ എന്ന് പറയുന്നത് വലിയൊരു കടമ്പ കിടക്കുക തന്നെ വേണം. സോ അതൊരു വലിയ ചലഞ്ച് തന്നെയായിരിക്കും വിനീഷ്യസിൻ്റെ മുമ്പിൽ. അതുപോലെ തന്നെ ഗോൺസാലോ ഗാർഷ്യ ഉണ്ടാവും. അപ്പോൾ ഗോൺസാലോ ഗാർഷ്യക്ക് തിളങ്ങാൻ കിട്ടുന്നൊരു
വലിയ അവസരമാണ്. കാരണം എംബാപ്പയുടെ ആബ്സെൻസിൽ അദ്ദേഹത്തിന് ഒരു വലിയ ടീമിനെതിരെ പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. അദ്ദേഹം പെർഫോം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അങ്ങനെ കളഞ്ഞിട്ടുമില്ല. സോ അതും നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല. സോ അതൊരു അവിടെ നമുക്ക് കണക്കാക്കണം. ഐ തിങ്ക് വാൽവെർഡെ ചിലപ്പോൾ റൈറ്റ് ബാക്ക് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തേക്കാം. കാരണം ട്രെൻഡ് ഉണ്ട്, ബട്ട് ട്രെൻഡ് ഡിഫെൻസീവ് വൾണറബിലിറ്റീസ് കാണുന്നതുകൊണ്ട് ഐ തിങ്ക് അതൊരു സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഈ ഒരു ഇഞ്ചറി ക്രൈസിസിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അർബലോക്ക് കീഴിൽ റയൽ പലപ്പോഴും അക്കാഡമി പ്ലെയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് വെച്ചാൽ റയൽ ട്രൈങ് ടു ബി ബാർസലോണ, അതായത് സാധാരണ ലാമാസിയ എന്നാണ് ബാർസ പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നു, കളിപ്പിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് ഇപ്പം ചെയ്യുന്ന ഒരു ശൈലി അതാണ്. പല പ്ലെയേഴ്സും സ്ക്വാഡിലേക്ക് വിളിക്കപ്പെടുന്നു, കളിക്കുന്നു, നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ റയലിൻ്റെ അക്കാഡമിയിലെ പ്ലെയേഴ്സിന് തിളങ്ങാൻ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് അവസരം, അല്ലെങ്കിൽ അവർക്കൊരവസരം തുറന്നു കൊടുത്തതാണ് ഈ ഒരു ഇഞ്ചറി ക്രൈസിസ് ബേസിക്കലി. ഇപ്പോൾ തിയാഗോ വിറ്റാർച്ച് എന്നുള്ള പ്ലെയർ, ആ പ്ലെയറിനെ ലാലിഗയിലെ ഒരു മാച്ചിൽ അർബലോ പിൻവലിച്ചു. ആൾ ഒരു 50-55 മിനിറ്റ് ഗ്രൗണ്ടിൽ കളിച്ചു, സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സ്റ്റാർട്ടാണ് ആളുടെ. പല കളികളും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കളിച്ചൊരു പ്ലെയറാണ്. അപ്പോൾ ആൾക്കൊരു സ്റ്റാർട്ട് കൊടുക്കുന്നു, കളിക്കുന്നു, അയാൾ മടങ്ങുന്നു. അയാളെ പിൻവലിക്കുമ്പോൾ ഗാലറി ഒന്നാകെ കൂവാണ്. നമ്മൾ വിചാരിക്കും കൂവുന്നത് പിറ്റാർച്ചിനാണ്, പക്ഷേ കൂവിയത് അർബലോയുടെ ഡിസിഷൻ തന്നെയാണ്. അതായത് അത്രയും നന്നായി കളിച്ച ഒരു പ്ലെയറിനെ ഫുൾ ടൈം കളിപ്പിക്കാതെ എന്തിന് പിൻവലിച്ചു എന്നുള്ളത്. അതായത് അത് എനിക്ക് പറ്റിയൊരു തെറ്റാണ്, ഞാൻ ആ ഒരു പിൻവലിക്കൽ നടത്തിയെന്ന് പറയുന്നത്. അപ്പം റയലിന് ഇത്, അല്ലെങ്കിൽ റയൽ അക്കാഡമി പ്ലെയേഴ്സിന് ഇതൊരു ഭയങ്കര വലിയ അവസരമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയൊരു ലീഗിൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റിൽ, ഏറ്റവും വലിയൊരു ക്ലബിനെതിരെ കളിക്കാനുള്ള ഒരു അവസരം. അവിടെ തിളങ്ങി കഴിഞ്ഞാൽ ലോക ഫുട്ബോളിലെ മൊത്തം ശ്രദ്ധ ആ പ്ലെയറിലേക്ക് വരും. അങ്ങനെ പല റയൽ മാഡ്രിഡ് അക്കാഡമിയിലെ പ്ലെയേഴ്സും, ഇപ്പം ഹക്കീമി മുതൽക്കുള്ള പല പ്ലെയേഴ്സും അക്കാഡമിയിൽ നിന്ന് വന്ന് സീനിയർ ടീമിൽ കളിച്ച പ്ലെയേഴ്സ് പോലും വലിയ വലിയ ഓഫർ കിട്ടി ഇന്ന് പല ടീമുകളിൽ എത്തിപ്പെട്ടത് ഈ ഒരു മേഖലയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് ഓഫ്, അതായത് റയൽ മാഡ്രിഡിൻ്റെ ഒരു സിറ്റിനായിട്ടുള്ള ഈ ഫേസ് ഓഫിന് ആൾക്കാർ ടൈറ്റിൽ ചെയ്യുന്നത് ഒരു കോച്ചും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഫേസ് ഓഫ്. അതായത് ആ ഒരു 2 ജനറേഷണൽ കോച്ചുമാരാണ് തമ്മിൽ ഇവർ. അതായത് പെപ് ഗാർഡിയോള ഒരിക്കലും അർബലോനെ കോച്ച് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു കാലഘട്ടം, അതായത് പെപ് ഗാർഡിയോള കോച്ചിങ് തുടങ്ങുന്ന 2009 ബാർസലോണയുടെ കൂടെ ഒക്കെ നിൽക്കുന്ന ഒരു കത്തി നിൽക്കുന്ന കാലത്ത് അർബലോ അപ്പുറത്ത് പ്ലെയറാണ്. അപ്പം 2 ജനറേഷണൽ കോച്ചസ് തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് ആയിരിക്കും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അർബലോയുടെ ഏറ്റവും വലിയ എനിമി ആയിരിക്കും, എനിമി ഇൻ ദ സെൻസ് ഏറ്റവും വലിയ ചലഞ്ച് ആയിരിക്കും ഈ ഒരു മത്സരം. ഈ ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ അത് അർബലോക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഹൈ വളരെ വലുതായിരിക്കും. മറിച്ച് ഇത് തോൽക്കുകയാണെങ്കിൽ അത് അർബലോയുടെ ഒരു പക്ഷേ ഭാവിയെ പോലും ഡിസൈഡ് ചെയ്യുന്ന ഒരു കോയിനായിരിക്കും. ഏതായാലും ഈ ഒരു മത്സരത്തിൽ റയൽ ആരാധകരെ പോലെ, റയൽ പരിശീലകൻ അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ പോലെ തന്നെ ഉറ്റുനോക്കുന്നത് ഫ്ലോറന്റീനോ പെരസ് കൂടിയായിരിക്കും. അർബലോവ ഈ ഒരു പോസ്റ്റിന് ഉതകുന്ന ആളാണോ, അല്ലെങ്കിൽ അടുത്ത ആളെ ഞാൻ നോക്കി തുടങ്ങണോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിലായിരിക്കും.